ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നൊരു ബീട്രൂട്ട് അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കുനുകുന അരിഞ്ഞത്, പിന്നെ ബീട്രൂട്ടാണ്. 2-3 ദിവസമായി ബീട്രൂട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, കടുക്. പിന്നെ നമുക്കിതിലേക്ക് എണ്ണ വേണം. പിന്നെ കായപ്പൊടി ഞാൻ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നല്ലെണ്ണയാണ്. പിന്നെ നമ്മുടെ സുർക്ക, അതായത് വിനാഗിരി. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാനിത് ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല എന്താ പറയുക, നല്ല കളറൊക്കെ ഉള്ള ബീട്രൂട്ടിന് നല്ല കളറില്ല. അപ്പോൾ അച്ചാറും കൂടി ആകുമ്പോൾ നല്ല റെഡ് കളറായിട്ടിരിക്കും. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കട്ടോ. എണ്ണ അങ്ങനെ ചൂടായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും ഞാൻ കടുക് ഇട്ട്, അതാണ് അങ്ങനെ പടപടാന്ന് പൊട്ടാൻ വൈകിയത്. അങ്ങനെ നമ്മളെ കടുകൊക്കെ പടപടാന്ന് പൊട്ടി തെറിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. അതേപോലെ ബീട്രൂട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. ഞാൻ പെട്ടെന്നായതുകൊണ്ട് വേഗം കൊണ്ട് എന്തോ ഒരു പണിയുടെ ഇടയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്കിട്ട് ഇങ്ങനെ മൂപ്പിച്ച് വന്നിട്ടുണ്ട്. അതൊരു ചുവന്ന കളറ്, ഒരു ഗോൾഡ് കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ കൂടി ഒരു വേപ്പിൻ്റെ ഇലയും വേണം, അത് കുഴപ്പമില്ല. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റി വന്നതിൻ്റെ ശേഷം നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് ചുവന്ന് വരട്ടെ, ഒരു ഗോൾഡ് കളർ ആവണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരിയൊന്നും ചെയ്യരുത് കേട്ടോ. തീയൊക്കെ ഒന്ന് നോർമലാക്കിയിട്ട് വെച്ച് കൊടുക്കണം. നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം ഒന്ന് നോർമലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഈ എന്താ പറയുക, ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കി ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയണം. അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്ത്, പച്ചമുളകും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷമാണ് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല ഒരു 2-3 അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 3 അല്ലി ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ. നമുക്കടുത്ത പൊടികളാണ്, മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല തീയാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. ഒരിക്കൽ സ്റ്റവ് ഓഫാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായി വന്നതിൻ്റെ ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മിക്ക സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാറ്, കാരണം പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. കാരണം ഞാൻ ഓഫ് ചെയ്യാറ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ചുമക്കെ വന്ന് ജലദോഷം ചുമക്കെ ഉണ്ട്. അങ്ങനെ തീ ഞാനൊന്ന് ഓഫാക്കില്ല, ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് നോർമൽ മുളക് പൊടിയാണ്. ഇത് പൊടിപ്പിച്ച പൊടിയില്ലേ, ചുവന്ന മുളകിൻ്റെ പൊടിയാണ്. പിന്നെ ഞാനിട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ്. ഈ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കാശ്മീരി ചില്ലി. അത് നല്ല കളറുണ്ടാവും. ഓൾറെഡി ബീട്രൂട്ടിന് നല്ല റെഡ് കളറ് കിട്ടും. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടിയും കാര്യങ്ങളൊന്നും കൂട്ടണില്ല. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഒരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് സുർക്കയാണ്. ഞാനൊരു ചെറിയൊരു കപ്പിൽ 1 കപ്പ് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ഇത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ പോകണമെന്ന് പറയുന്നത്. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ തന്നെ അത് കിടന്നിട്ട് മുളക് പൊടിയൊക്കെ ശരിയായിക്കോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടിൽ തീയിൽ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു കപ്പ് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാര ഇടുന്നില്ല.
ഓൾറെഡി ബീട്രൂട്ടിനൊരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് പഞ്ചസാര ഇടുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് അടുത്തത് മെയിനായിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒരു 3 ദിവസമായി ഫ്രിഡ്ജിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ട്, പിന്നെ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കേടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ബീട്രൂട്ട് പിന്നെ കുറച്ച് വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അത് നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ബീട്രൂട്ടിൻ്റെ അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ബെൽ ബട്ടണൊക്കെ അമർത്തി കൊടുക്കുക. പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനി വരും. അപ്പോൾ ഓക്കെ, ബായ്.